ഇനി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് 5 വിമാനമാണ് റദ്ദാക്കിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് അക്ഷയ കൃഷ്ണാനന്ദ ചേരുന്നുണ്ട്. അക്ഷയ, അവിടുത്തെ വിമാനത്താവളത്തെ സാഹചര്യം എങ്ങനെയാണ്? എത്രത്തോളം യാത്രക്കാരായിരുന്നു അവിടെ ഈ ഒരു രീതിയിൽ വളരെ പെട്ടെന്ന് വിമാനം റദ്ദാക്കിയ സാഹചര്യത്തിൽ അവിടെ കുടുങ്ങിയത്? എന്താണ് യാത്രക്കാർ പറയുന്നത്? അതായത് ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷത്തെ തുടർന്ന് UAE-യുടെ വ്യോമപാത അടച്ച ആ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരും കുടുങ്ങിയിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിന് പുറത്ത് കനത്ത മഴയാണ്. എന്തായാലും ഇവിടെ നിന്നുള്ള 5 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. അതായത് IX 573 എന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ തിരുവനന്തപുരത്തേക്ക് നിന്നും ദോഹയിലേക്ക് പോകേണ്ട ഒരു വിമാനവും തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX 529 എന്ന വിമാനവും എയർ അറേബ്യയുടെ ഷാർജയിലേക്ക് പോകേണ്ട മറ്റൊരു വിമാനം, കൂടാതെ എയർ അറേബ്യയുടെ തന്നെ അബുദാബിയിലേക്ക് പോകേണ്ട മറ്റൊരു വിമാനം, എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദമാമിലേക്ക് പോകേണ്ട മറ്റൊരു വിമാനം, ഇങ്ങനെ 5 വിമാനങ്ങളാണ് ഇവിടെ നിന്ന് എന്തായാലും നിലവിൽ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. 9:40 പോകേണ്ടിയിരുന്ന EY 263 എന്ന അബുദാബിയിലേക്കുള്ള വിമാനവും റദ്ദാക്കിയതായി ഇത്തിഹാദിന്റെ അധികൃതർ നമ്മളോട് എന്തായാലും വിവരം പങ്കുവച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടുന്ന് അതായത് UAE-യിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ട വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. അതുപ്രകാരം ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരേണ്ട എയർ അറേബ്യയും അബുദാബിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരേണ്ട എയർ അറേബ്യയും ക്യാൻസൽ ചെയ്തതായി, റദ്ദാക്കിയതായിട്ടാണ് എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും യാത്രക്കാർ, ഒരുപാട് ദൂരത്തു നിന്ന് എത്തിയ യാത്രക്കാരടക്കം ഇവിടെ എത്തിയതിനു ശേഷമാണ് ഈ ഒരു സംഭവം അറിയുന്നത്, ഇത്തരത്തിൽ വിമാനങ്ങൾ റദ്ദാക്കിയ കാര്യം അറിയുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് 3.5 മണിക്കൂർ യാത്ര ചെയ്ത് എത്തിയിട്ടുള്ള യാത്രക്കാർ നമ്മളോട് പങ്കുവച്ചിട്ടുള്ള ഒരു വിവരവും അത് തന്നെയായിരുന്നു. സാഹചര്യം നമ്മൾക്കറിയാം, അവരോട് നമ്മൾ ഈ വിമാനവുമായി ബന്ധപ്പെട്ട് എങ്ങനെ പോകാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും തുടങ്ങിയ സാഹചര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവരും നമ്മളോട് നല്ല രീതിയിലാണ് കോപ്പറേറ്റ് ചെയ്തത്, സഹകരിച്ചത്. അതായത് ഇങ്ങനെയാണ് സാഹചര്യം എന്നുള്ളത് അവരും ബോധ്യപ്പെടുത്തി തന്നു. ഇത്തരത്തിൽ ഒന്നെങ്കിൽ ഈ റീഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മെയിലിലേക്ക് വരും എന്നുള്ളതാണ് ഈ വിമാന അധികൃതരുടെ ഭാഗത്തു നിന്ന് വരുന്ന അവർക്ക് യാത്രക്കാർക്ക് ലഭ്യമായിട്ടുള്ളൊരു വിവരം. അതല്ല എന്നുണ്ടെങ്കിൽ എന്നാണ് ഈ ഒരു യാത്ര തിരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ എന്നാണ് വ്യോമപാത തുറക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മറ്റും, അതുമായി ബന്ധപ്പെട്ട് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാം എന്നുള്ളതാണ് വിമാനത്തിന്റെ അധികൃതരും മറ്റും ഇത്തരത്തിലുള്ള ജീവനക്കാർ അവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എന്തായാലും യാത്രക്കാരെല്ലാം തന്നെ കുടുങ്ങിയിരിക്കുകയാണ്. പക്ഷേ സാഹചര്യം മനസ്സിലാക്കി അവരെല്ലാം തന്നെ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്.